ഓം അമൃതേശ്വരി നമഃ. ഭാരതീയ സംസ്കാരത്തിന്റെ ഉജ്ജ്വല നക്ഷത്രമായി കാലാതീതമായി ശോഭിക്കുന്ന കാവ്യവിസ്മയമാണ് രാമായണം. വാത്മീകി മഹർഷിയാൽ വിരചിതമായ ആദിമകാവ്യമായ രാമായണത്തിൽ ധർമ്മസംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണുള്ളത്. സനാതന സംസ്കൃതിയുടെയും ആധ്യാത്മിക പാരമ്പര്യത്തിന്റെയും ആവിഷ്കരണത്തോടൊപ്പം മനുഷ്യ മനസ്സിൽ സംജാതമാകുന്ന ചപലതകളുടെയും സംശുദ്ധിയുടെയും അനന്തരഫലങ്ങൾ രാമായണത്തിൽ പ്രകടമാണ്. അരിഷ്ടതകൾ നിറഞ്ഞ കർക്കിടകത്തെ നേരിടാൻ മനസ്സിൽ നന്മയുടെയും ഭക്തിയുടെയും ആശ്വാസത്തിന്റെയും രാമായണ ശീലുകൾ ഒഴുകിയെത്തുന്നു. മൂല്യബോധവും ലക്ഷ്യബോധവും ധർമ്മബോധവും പ്രദാനം ചെയ്യാൻ രാമായണത്തിന് മാത്രമേ കഴിയൂ. കർക്കിടകത്തെ രാമായണ മാസമായി ആചരിക്കുന്നതിന് പിന്നിൽ നിരവധി ശാസ്ത്രീയ സത്യങ്ങളുണ്ട്. സൂര്യൻ ദക്ഷിണായന രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുകയെന്നും ജലരാശിയായ കർക്കിടകത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് കൊണ്ട് സൂര്യൻ സംഭവിക്കുന്ന ബലക്ഷയം ജീവജാലങ്ങളെ ബാധിക്കാതിരിക്കാനുമാണ് രാമായണ പാരായണം വിധിച്ചിരിക്കുന്നതെന്നും പറയപ്പെടുന്നു. മാനുഷിക ധർമ്മത്തിന്റെ പ്രതീകമാണ് ശ്രീരാമചന്ദ്രൻ. രാമായണത്തെക്കാൾ ശുദ്ധവും സദാചാരനിഷ്ഠവും സുന്ദരവും ലളിതവുമായ മറ്റൊരു മഹാകാവ്യം മനുഷ്യ സംസ്കാര ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് സ്വാമി വിവേകാനന്ദൻ രാമായണത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ കർക്കിടക മാസത്തിലും ഭക്തിസാന്ദ്രമായ രാമായണ ശീലുകൾ പ്രപഞ്ചത്തിലാകെ മുഴങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.